ദൂരമെന്ന ഭയം. പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അവസാന വർഷമായിരുന്നു. അതൊരു ലോവർ പ്രൈമറി സ്കൂളായിരുന്നു. 5ാം ക്ലാസ് മുതൽ മറ്റൊരു സ്കൂളിലായിരുന്നു പഠിക്കേണ്ടത്. ഏകദേശം 2 കിലോമീറ്ററോളം അകലെയായിരുന്ന വളമംഗലം SCSHS എന്ന സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേർത്തു. തുടർന്ന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരമായിരുന്നു. എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. വാദം വന്ന് ഒരു ഭാഗം തളർന്നുപോയ അമ്മ മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ജോലിക്ക് പോകാതെ വീട്ടുചെലവ് നടക്കില്ല. ആ സാഹചര്യത്തിൽ സ്കൂളിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും സാധിക്കുമായിരുന്നില്ല. വാഹന സൗകര്യം ഏർപ്പെടുത്താനുള്ള സാമ്പത്തികാവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഓരോ വർഷവും കൃത്രിമക്കാൽ വാങ്ങാൻ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛൻ ആവർത്തിച്ചു. നടന്ന് തന്നെ നടത്തം ശരിയാക്കണം. എത്ര ദൂരം നടക്കാമോ അത്രയും നല്ലത്. വേദനയുണ്ടാവും, പക്ഷേ നടന്നു തന്നെ അതിനെ മറികടക്കണം. എന്നാൽ മാത്രമേ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തേക്കുള്ള രക്തയോട്ടം സാധാരണ നിലയിലാകുകയുള്ളൂ. എല്ലുകൾക്കും പേശികൾക്കും ആയാസം ലഭിക്കൂ. കൃത്രിമക്കാൽ ശരീരവുമായി പൊരുത്തപ്പെടൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും ഇനി മുതൽ അനുഭവിക്കാൻ പോകുന്ന വേദനയെ ഓർത്തപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. ചെറിയൊരു ദൂരം പോലും ഈ ഭൂമിക്ക് അറ്റത്തേക്കുള്ള നടത്തം പോലെ തോന്നുന്ന കിതയ്ക്കുന്ന എനിക്ക് 2 കിലോമീറ്റർ എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അച്ഛൻ കൊണ്ടുചെന്നാക്കി. നാട്ടിലുള്ള ഒട്ടുമിക്ക കുട്ടികളും പഠിച്ചിരുന്നത് ആ സ്കൂളിലായിരുന്നു. പിന്നീട് അവരിൽ ചിലരോടൊപ്പം സ്കൂളിലേക്ക് നടക്കുമായിരുന്നു. ബാഗ് പിടിച്ചും തോളിൽ താങ്ങിയും അവർ സഹായിച്ചിരുന്നെങ്കിലും ആ ആനുകൂല്യം സ്ഥിരമായി ലഭിച്ചിരുന്നില്ല. ഒച്ചിഴയുന്നത് പോലെയുള്ള നടത്തത്തിനൊപ്പം നടക്കാൻ അവർ മടിച്ചു. ഇടത് ഭാഗത്ത് എന്നേക്കാൾ കനമുള്ളൊരു മരക്കാലും ബന്ധിപ്പിച്ച് നടന്നു. അല്പദൂരം നടക്കുമ്പോഴേക്കും കാല് പൊട്ടി ചോര പൊടിയാൻ തുടങ്ങുമായിരുന്നു. ഏന്തി വഴിയരികിലെ മരച്ചോട്ടിലിരുന്ന് യൂണിഫോം പാവാട കൊണ്ടും ബാഗിൽ കരുതിയിരിക്കുന്ന തുണി കൊണ്ടും ചോര ഒപ്പിയിട്ട് റോഡരികിലെ മതിലിൽ പിടിച്ചും കിതച്ചും ചാരി നിന്നും ബാക്കി ദൂരം വേദനയിൽ ചവിട്ടിത്തന്നെ നടക്കും. അപ്പോൾ പോലും കാണുന്ന മനുഷ്യരൊക്കെ സഹതാപത്തോടെ നോക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ ലോകത്തെ തന്നെ വെറുത്തു. പൊട്ടി വിണ്ട തൊലിയിൽ വീണ്ടും അമർത്തിച്ചവിട്ടി ചുറ്റിനും മനുഷ്യരാരുമില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി പൊട്ടിത്തെറിക്കുമാർ ഉച്ചത്തിൽ കരയുമായിരുന്നു. വഴിയിൽ കാണുന്ന മനുഷ്യരെ നോക്കി ചിരിച്ചും ഉള്ളിൽ അലറിക്കരഞ്ഞും ഒരു യുദ്ധം ജയിച്ച ആശ്വാസത്തോടെ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ വേദന പുറത്ത് കാണിക്കാതിരിപ്പാൻ കപടമായൊരു ചിരി മുഖത്ത് വരുത്തും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കൂട്ടുകാർക്കൊപ്പം ഏറ്റുപറയും. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ പഠിച്ചത് മനുഷ്യരുടെ പരിഗണനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. എല്ലാവരെയും പോലെ സാധാരണയായ ഒരു കുട്ടിയാണെന്നുള്ള തോന്നൽ ഉളവാകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ ശ്രമവും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. പുതിയ സ്കൂളിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് ക്ലാസ്സിൽ നിന്ന് മൂത്രപ്പുരയിലേക്കുള്ള ദൂരമായിരുന്നു. സ്കൂളിന് പിന്നിലുള്ള ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്തായിരുന്നു മൂത്രപ്പുര. സ്കൂൾ മുറ്റത്തെ കുഴമണ്ണിലൂടെ നടന്ന് ഗ്രൗണ്ടും കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ തന്നെ ഇൻ്റർവെൽ സമയം കഴിയുമായിരുന്നു. പലപ്പോഴും മൂത്രപ്പുരയിലേക്കുള്ള പകുതി ദൂരം പിന്നിടുമ്പോഴേക്കും മൂത്രം മരത്തുടയിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകും. നാണക്കേടും സങ്കടവും കൊണ്ട് ക്ലാസ് മുറിക്കും മൂത്രപ്പുരയ്ക്കും ഇടയിലെ കുഴിമണ്ണിൽ തുരുമ്പിച്ച ചൂണ്ടക്കൊളുത്തുപോലെ പൂണ്ടുകിടന്നു. ചില കുട്ടികൾ സഹതാപത്തോടെ നോക്കും, മറ്റു ചിലർ കളിയാക്കി ചിരിക്കും. അപമാനഭാരവും പേറി തല കുമ്പിട്ട് പൈപ്പിൻ ചൂട്ടിലേക്ക് മുടന്തി നടക്കും. മൂത്രം വീണ് നനഞ്ഞ പാവാടയും തുടയും സോക്സും ഷൂസും കഴുകി തിരികെ ക്ലാസ്സിലെത്തുമ്പോഴേക്കും അടുത്ത പിരീഡ് തുടങ്ങിയിട്ടുണ്ടാകും. ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നിൽ നിന്നും വമിക്കുന്ന മൂത്രമണം കാരണം കുട്ടികളെല്ലാം ഒഴിഞ്ഞു മാറി. ഉച്ചഭക്ഷണ സമയത്തെല്ലാം കുട്ടികളൊക്കെ അടുത്തു നിന്നും അകന്നിരുന്നു. അവഗണനയാലും അപമാനത്താലും ഹൃദയം പല കഷ്ണങ്ങളായി നുറുങ്ങി. 4ാം ക്ലാസ്സിലെ വിജയകുമാരി ടീച്ചറെപ്പോലെ ഒരു ടീച്ചറും രക്ഷകയായി എത്തിയില്ല. പലരും സ്നേഹത്തോടെയോ സഹതാപത്തോടെയോ സംസാരിക്കുമായിരുന്നെങ്കിലും എൻ്റെ വേദനകളും അവഗണനകളും അവർ അറിഞ്ഞിരുന്നില്ല, പറഞ്ഞിട്ടുമില്ലായിരുന്നു.
മൂത്രപ്പുരയിലേക്കുള്ള ദൂരം ഭയന്ന് എത്ര ദാഹിച്ചാലും വെള്ളം കുടിക്കാതെ ആയി. പലതരത്തിലുള്ള അസുഖങ്ങൾ പിടികൂടി. ഓരോ ദിവസവും അപകർഷതാബോധം കൂടിക്കൂടി വന്നു. പൊതുവെ ആരോടും സംസാരിക്കാതെയായി. സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്കുള്ള നടത്തത്തിൽ ചിലരൊക്കെ ബാഗ് പിടിക്കാൻ സഹായിക്കുമായിരുന്നെങ്കിലും മെല്ലെ നടക്കാനുള്ള ക്ഷമ അവർക്കുണ്ടായിരുന്നില്ല. വേദനയെ മറക്കാൻ ഇല്ലാത്ത പുഴയെയും മലകളെയും കിളികളെയും സങ്കല്പത്തിൽ നിർമ്മിച്ചു. ഓരോ നിമിഷവും വേദനയോട് പൊരുതിക്കൊണ്ട് അതിനിടയിലൂടെ മെല്ലെ നടക്കും. 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സ്കൂളിൽ യുവജനോത്സവങ്ങൾ നടത്തിയിരുന്നില്ല. അവിടെ ശിശുദിനത്തിലായിരുന്നു കലാകായിക മത്സരങ്ങൾ നടത്തിയിരുന്നത്. ഒരിക്കൽ പോലും അതിൽ പങ്കാളിയായിരുന്നില്ല. പുതിയ സ്കൂളിലെ യുവജനോത്സവം പേരുപോലെ തന്നെ ഒരു ഉത്സവമായിരുന്നു. ക്ലാസ്സിലെ ഓരോ കുട്ടിയും പല മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരോടും എന്ന പോലെ ടീച്ചർ ചോദിച്ചു, രമ്യ പാടുകയോ വരയ്ക്കുകയോ വല്ലതും ചെയ്യുമോ? അങ്ങനെയുണ്ടെങ്കിൽ മത്സരങ്ങൾക്ക് പേര് കൊടുക്കണം കേട്ടോ. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുക മാത്രം ചെയ്തു. സത്യത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് അറിയില്ലായിരുന്നു. പാട്ട് കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും പാടാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. സ്കൂളിന് മുന്നിലെ വിശാലമായ ഗ്രൗണ്ടിലാണ് കായിക മത്സരങ്ങൾ നടത്തിയിരുന്നത്. കുട്ടികളെല്ലാവരും ആവേശത്തോടെ മത്സരിച്ചുകൊണ്ട് ഓടുന്നതും ചാടുന്നതുമൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കാൽപാദങ്ങളെ നോക്കിക്കൊണ്ട് ക്ലാസ് മുറിയിലെ ജനാലയ്ക്കരികിൽ ഇരിക്കുമായിരുന്നു. ഇതെഴുതുന്ന ഈ നിമിഷത്തിൽ അത്ഭുതത്തോടെ ഓർക്കുന്നത് ജനാലകളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ബാല്യകൗമാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ഇടം ജനലരികുകളായിരുന്നു. അതിലൂടെയായിരുന്നു പുറം ലോകത്തെ നോക്കിക്കണ്ടത്. ഭാവനയെ വിശാലമാക്കിയ, സങ്കടങ്ങളും വേദനകളുമൊക്കെ ഏറ്റുവാങ്ങിയ ഇടം വീട്ടിലെയും ക്ലാസ് മുറികളിലെയും ജനലരികുകളായിരുന്നു. തുറന്നിട്ട വാതിലുകളോ വിശാലമായ പുറം ലോകമോ നൽകാത്ത കാഴ്ചകളായിരുന്നു ജനലരികുകൾ നൽകിയിരുന്നത്. ക്ലാസ് മുറിയിലെ അരികിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ സ്കൂൾ വളപ്പിലെ ചില്ലിത്തെങ്ങിൻ്റെ നെറുകയിൽ കാക്ക കൂടുകൂട്ടുന്നതും മതിലരികിലായി കുട ചൂടി നിൽക്കുന്ന വാഗമരവും അതിലെ രക്തവർണ്ണമാർന്ന പൂക്കളും അതിൽ പറന്നെത്തുന്ന പലതരം കിളികളും പതിവ് കാഴ്ചയായിരുന്നു. നൃത്തം ചെയ്യുന്നവരോട് എനിക്ക് അസൂയായിരുന്നു. അവരുടെ ദ്രുതഗതിയിലുള്ള പദചലനങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. യുവജനോത്സവങ്ങളിൽ നൃത്തം ചെയ്യുന്നവരുടെ കാൽപാദങ്ങളും അതിൽ ചുറ്റിക്കിടക്കുന്ന ചിലങ്കകളും കൊലസുമൊക്കെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. അതീവ ദുഃഖവും നഷ്ടബോധവും പേറി സദസ്സിൻ്റെ ഒരരികത്ത് അവശനായ വണ്ടിക്കാളയെപ്പോലെ ഇരുന്നു. ഇടയ്ക്കിടെ ഡ്രിൽ മാഷ് സ്കൂൾ വരാന്തയിലൂടെയും സ്റ്റേജിൻ്റെ മുന്നിലൂടെയുമൊക്കെ കുട്ടികളെ നോക്കി ചിരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. മാഷിൻ്റെ ചിരിക്ക് ഒരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻനിരയിലെ 4ാമത്തെ പല്ല് സ്വർണം പൂശിയതായിരുന്നു. ഏതോ വലിയ രാജ്യത്തെ വിഡ്ഢിയായ ഭരണാധികാരിയെപ്പോലെ ചിരിച്ചുകൊണ്ടുള്ള പോക്ക് കണ്ട് കുട്ടികളെല്ലാവരും ഊറി ചിരിച്ചു.